ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 2024 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പേര് അശ്വിൻ. ആദ്യ പോയിന്റ് നോക്കാം. തായ്ലാന്റ് ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തെരഞ്ഞെടുത്ത ഹിന്ദി താരം ആരാണ്? സോനു സൂദ് ആണ്. സോനു സൂദ്. അപ്പൊ സോനു സൂദിനെ എന്തായിട്ട് തെരഞ്ഞെടുത്തു? തായ്ലാന്റ് ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി താരമാണ് ആര്? സോനു സൂദ്. സോനു സൂദ് തായ്ലാന്റ് ബ്രാൻഡ് അംബാസിഡർ കേട്ടോ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB അല്ലെ, അതിന്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? മസാട്ടോ കാണ്ട. ആരാണ്? മസാട്ടോ കാണ്ടയാണ് ADBയുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ അധ്യക്ഷനായി നിയമിച്ചത്. ആരെയാണ്? മസാട്ടോ കാണ്ട. അടുത്തതായി, സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കളക്ടറുടെ ശിപായി, അതായത് ദഫേദാർ എന്നുള്ള പോസ്റ്റ്, ആ ദഫേദാറായി നിയമിതയായ വനിതയാണ് കെ സിജി. ആരാണ്? കെ സിജി. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ശിപായി ആയി നിയമിതയായ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കെ സിജി ആണ്. കെ സിജി. അടുത്തതായി നമ്മുടെ പുതിയൊരു CAG വന്നിട്ടുണ്ട്, നമ്മുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് പുതിയതായി നിയമിതനായ വ്യക്തിയാണ് ആര്? കെ സഞ്ജയ് മൂർത്തി. കെ സഞ്ജയ് മൂർത്തി. പഠിക്കുക, ചോദിക്കാനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട്. കെ സഞ്ജയ് മൂർത്തിയാണ് ഇപ്പോഴത്തെ CAG. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ 15ാമത്തെ CAG ആണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ 15ാമത്തെ CAG ആണ് കെ സഞ്ജയ് മൂർത്തി. വി നരഹരി റാവു ആണ് ആദ്യത്തെ CAG, നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് 15ാമത്തെ ഇപ്പോഴത്തെ CAG ആണ് കെ സഞ്ജയ് മൂർത്തി. പഠിച്ചു വയ്ക്കുക, കെ സഞ്ജയ് മൂർത്തി CAG. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? അർവിന്ദർ സിംഗ് സാനെ. ആരാണ്? അർവിന്ദർ സിംഗ് സാനെയാണ് കേട്ടോ. അർവിന്ദർ സിംഗ് സാനെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOCLന്റെ ചെയർമാൻ ആയിട്ട് നിയമിതനായത്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയി നിയമിതനായ വ്യക്തിയാണ് രാജേഷ് കുമാർ സിംഗ്. പഠിച്ചു വയ്ക്കുക, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് രാജേഷ് കുമാർ സിംഗ്. UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് തീരുമാനിച്ചത് 2025 2025 എന്ത് ചെയ്യുന്നു? UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് തീരുമാനിച്ചു. ഇനി 2024 പ്രധാനപ്പെട്ട കുറച്ച് വിയോഗങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒരാള് ഷർദ സിൻഹ. ആരാണ് അദ്ദേഹം? ബീഹാർ കോകില എന്നറിയപ്പെടുന്ന ഫോക്ക് ഗായികയാണ്. ഫോക്ക് ഗായികയായ ഷർദ സിൻഹ 2024 നവംബർ മാസം അന്തരിച്ചു. ബ്രെയ്റ്റൻ ബാക്ക്. ആരാണ്? ബ്രെയ്റ്റൻ ബാക്ക്. ആരാണത്? പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനായിട്ടുള്ള ബ്രെയ്റ്റൻ ബാക്ക് എന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? 2024 നവംബർ മാസം അന്തരിച്ചു. ചോദിക്കുക ചിലപ്പോൾ ബ്രെയ്റ്റൻ ബാക്ക് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാഹിത്യമാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനാണ്. പണ്ഡിറ്റ് രാം നാരായൺ. സാരംഗി ഇതിഹാസമാണ്. സാരംഗിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാരംഗി ഇതിഹാസമായ പണ്ഡിറ്റ് രാം നാരായൺ സാരംഗി. അങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ച് പഠിക്കുക. അടുത്തത് കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ. ആരാണ്? കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമുഖ സിനിമ നാടക നടനാണ് കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ. MP സദാശിവൻ വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകനാണ് ആര്? MP സദാശിവൻ. അപ്പൊ MP സദാശിവൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വിവിധ ഭാഷകളിൽ നിന്നും 107ഓളം കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത, പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകനാണ് ആര്? MP സദാശിവൻ. ഡൽഹി ഗണേഷ്. ആരാണ്? ഡൽഹി ഗണേഷ്. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്കു നടനാണ് ഡൽഹി ഗണേഷ്. മേഘനാഥൻ. മലയാള സിനിമാ നടനായിട്ടുള്ള മേഘനാഥൻ 2024 നവംബറിൽ അന്തരിച്ചു. മേഘനാഥൻ മലയാളം സിനിമാ നടൻ. PN നാരായണ ചാക്യാർ പ്രശസ്ത കൂത്ത് കലാകാരനാണ്. PN നാരായണ ചാക്യാർ. MT പത്മ. ആരാണ് MT പത്മ? മലയാളത്തിന്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് MT പത്മ. കേരളത്തിന്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് MT പത്മ. പഠിച്ചു വെക്കുക കേട്ടോ.
അടുത്തത് ഓംചേരി NN പിള്ള. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഓംചേരി NN പിള്ളയുമായി ബന്ധപ്പെട്ട മലയാള സാഹിത്യകാരനും നാടകൃത്തുമായ വ്യക്തിയാണ് ഓംചേരി NN പിള്ള എന്ന് നിങ്ങൾക്കറിയാം. 1972 പ്രളയം എന്ന നാടകത്തിന്, ഏതാ നാടകത്തിന്റെ പേര്? പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം, അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചത് കൊണ്ട് തന്നെ ഈ പ്രളയം എന്ന് പറയുന്ന നാടകം ആരുടെയാണ്? ഓംചേരി NN പിള്ള. NN പിള്ളയുടെ തൂലികാനാമം എന്താണ്? ഓംചേരി. അതും വേണമെങ്കിൽ ചോദിച്ചേക്കാം. 2010 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. പ്രഥമ കേരള പ്രഭ പുരസ്കാരം 2022 ഇദ്ദേഹത്തിന് ലഭിച്ചു. കേരള പ്രഭ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയപ്പോൾ 2022 നൽകിയപ്പോൾ അതിന്റെ ആദ്യ ജേതാവ് ആരാണ്? ഓംചേരി NN പിള്ളയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു. ഏതാണ്? ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു. ചെരുപ്പ് കടക്കില്ല. പ്രളയം എന്ന നാടകം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു, ചെരുപ്പ് കടക്കില്ല, അതുപോലെ പ്രളയം. ഇത്രയും കൃതികളെല്ലാം ഓംചേരി NN പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. SM ഖാൻ ആരാണ്? SM ഖാൻ ആരായിരുന്നു? മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് SM ഖാൻ. ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയായിരുന്നു SM ഖാൻ. ബിബേക് ദെബ്രോയ് ആരാണ്? ബിബേക് ദെബ്രോയ് ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനുമായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോ സാമ്പത്തിക വിദഗ്ധൻ എന്ന് പഠിച്ചു വയ്ക്കാം. ബിബേക് ദെബ്രോയ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമ്പത്തിക വിദഗ്ധനാണ് ബിബേക് ദെബ്രോയ്. ഉമാ ദാസ് ഗുപ്ത അന്തരിച്ച സുപ്രസിദ്ധ ബംഗാളി അഭിനേത്രിയാണ് ഉമാ ദാസ് ഗുപ്ത. അപ്പൊ ഉമാ ദാസ് ഗുപ്ത ഏതാ മേഖല? സിനിമയാണ് കേട്ടോ. ഉമാ ദാസ് ഗുപ്ത സിനിമ. സത്യജിത് റായയുടെ ക്ലാസിക് ചലച്ചിത്രം പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് ഈ ഉമാ ദാസ് ഗുപ്ത. ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? ഉമാ ദാസ് ഗുപ്ത. M ജഗന്നാഥ റാവു ആരാണ്? M ജഗന്നാഥ റാവു സുപ്രീം കോടതി മുൻ ജഡ്ജിയും കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമായിരുന്ന വ്യക്തിയായിരുന്നു. പഠിച്ചു വയ്ക്കുക, നിയമജ്ഞനാണ്. M ജഗന്നാഥ റാവു ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്ന വ്യക്തിയാണ് M ജഗന്നാഥ റാവു. KK ഗോപാലകൃഷ്ണൻ ആരായിരുന്നു? KK ഗോപാലകൃഷ്ണൻ ഫുട്ബോൾ പരിശീലകനും മുൻ ഇന്ത്യൻ താരവുമായ മലയാളിയാണ് KK ഗോപാലകൃഷ്ണൻ. അപ്പൊ KK ഗോപാലകൃഷ്ണൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ പരിശീലകനാണ് അല്ലെ, മുൻ താരവുമാണ്. അപ്പൊ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് KK ഗോപാലകൃഷ്ണൻ. TPG നമ്പ്യാർ ആരാണ്? TPG നമ്പ്യാർ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അധികായകനും ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയിലായ BPL ഗ്രൂപ്പ് സ്ഥാപകനുമായ വ്യക്തി അല്ലെ. അപ്പൊ BPL ഗ്രൂപ്പ് സ്ഥാപകനാണ്. ഇലക്ട്രോണിക്സ് ആണ്, ശാസ്ത്ര സാങ്കേതികമാണ് ഇദ്ദേഹത്തിന്റെ മേഖല. TPG നമ്പ്യാർ BPL കേട്ടോ. TPG BPL എന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ TPG നമ്പ്യാർ BPL ഗ്രൂപ്പ് സ്ഥാപകനായിട്ടുള്ള വ്യക്തി. വി കമലാകർ റാവു പ്രശസ്ത മൃദംഗ വിദ്വാനാണ്. ആരാണ്? മൃദംഗമാണ്. വി കമലാകർ റാവു മൃദംഗം. M മുകുന്ദന്റെ ആത്മകഥ ഏതാണ്? എന്റെ എംബസി കാലം. M മുകുന്ദന്റെ പുതിയ ആത്മകഥ വന്നു, അതിന്റെ പേരാണ് എന്റെ എംബസി കാലമാണ്. എന്റെ എംബസി കാലം എന്നത് ആരുടെ ആത്മകഥയാണ്? M മുകുന്ദന്റെ ആത്മകഥ. ദ സറ്റാനിക് വേഴ്സസ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദിന്റെ 2024 ഇറങ്ങിയ പുതിയ പുസ്തകമാണ് ദ സറ്റാനിക് വേഴ്സസ്. എന്താണ്? ദ സറ്റാനിക് വേഴ്സസ്. ഈ നോവൽ നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം റദ്ദാക്കിക്കൊണ്ട് 2024 നവംബർ ഡൽഹി ഹൈക്കോടതി ഉത്തരവിറക്കി. അപ്പോ ഈ നോവല് നിരോധിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം ഇറങ്ങിയിരുന്നു. അതിനെ റദ്ദാക്കിക്കൊണ്ട് 2024 നവംബറിൽ എന്ത് ചെയ്യുന്നു? ഡൽഹി ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പോൾ സൽമാൻ റുഷ്ദിയുടെ പുസ്തകമാണ് ദ സറ്റാനിക് വേഴ്സസ് എന്നുള്ള നോവല്. കുമാരനാശാന്റെ കാവ്യ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവൽ രചിച്ചത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. കുമാരനാശാന്റെ കാവ്യ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവല് രചിച്ചത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. ചോദിക്കാം, ഇങ്ങനെ തിരിച്ചു ചോദിക്കാം.
പെരുമ്പടവം ശ്രീധരന്റെ അവനി വാഴ്ക്കിനാവ് എന്നത് ആരുടെ കാവ്യജീവിതത്തെ ആസ്പദമാക്കിയതാണ്? ആരുടെ കാവ്യജീവിതത്തെ ആസ്പദമാക്കിയതാണ്? കുമാരനാശാൻ പഠിച്ചു വയ്ക്കുക. കുമാരനാശാൻ അവനി വാഴ്ക്കിനാവ്. ഉല എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? KV മോഹനകുമാർ കേട്ടോ. KV മോഹൻകുമാറിന്റെ നോവലാണ് ഉല എന്ന നോവലിന്റെ രചയിതാവാണ് KV മോഹൻകുമാർ. ഫ്രണ്ട്സ് ഇന്ത്യ ക്ലോസസ്റ്റ് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ശ്രീറാം ചൗലിയ. ആരാണ്? ശ്രീറാം ചൗലിയ. എന്താ ബുക്കിന്റെ പേര്? ഫ്രണ്ട്സ് ഇന്ത്യസ് ക്ലോസസ്റ്റ് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ്. ആരാണ്? ശ്രീറാം ചൗലിയ. എന്താ ബുക്കിന്റെ പേര്? ഒന്നുകൂടി പറയാം. ഫ്രണ്ട്സ് ഇന്ത്യാസ് ക്ലോസസ്റ്റ് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ശ്രീറാം ചൗലിയ. മൈ ബിലൗഡ് ലൈഫ് മറ്റൊരു പുസ്തകമാണ്. മൈ ബിലൗഡ് ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അമിതാവ കുമാർ. ആരാണ്? അമിതാവ കുമാർ രചിച്ച പുതിയ പുസ്തകമാണ് മൈ ബിലൗഡ് ലൈഫ് എന്ന പുസ്തകം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നമ്മുടെ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസന്റെ പുതിയൊരു റെക്കോർഡാണ്. അന്താരാഷ്ട്ര 2020 മത്സരങ്ങളില് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു? 2 തവണ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സഞ്ജു സാംസൺ. സ്പീക്കിംഗ് വിത്ത് നാച്ചർ ദ ഒറിജിൻസ് ഓഫ് ഇന്ത്യൻ എൻവയോൺമെന്റലിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് രാമചന്ദ്ര ഗുഹ. നിങ്ങൾക്കറിയാം രാമചന്ദ്ര ഗുഹ ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഇപ്പോ സ്പീക്കിംഗ് വിത്ത് നാച്ചർ ദ ഒറിജിൻസ് ഓഫ് ഇന്ത്യൻ എൻവയോൺമെന്റലിസം. ആരുടെ പുസ്തകമാണ്? രാമചന്ദ്ര ഗുഹ. 2025 കേലോ യൂത്ത് ഗെയിംസ് 2025 കേട്ടോ. കേലോ യൂത്ത് ഗെയിംസ് 2025 കേലോ യൂത്ത് ഗെയിംസ്, അതേപോലെ 2025 കേലോ ഇന്ത്യൻ പാരാ ഗെയിംസ്, രണ്ടെണ്ണം പഠിച്ചു വയ്ക്കുക. 2025 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസും 2025 കേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെയും വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറാണ്. കേലോ ഇന്ത്യ 2025 ബീഹാർ പഠിച്ചു വയ്ക്കുക. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെയും കേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെയും വേദി 2025 എവിടെയാണ്? ബീഹാറിലാണ്. ആദ്യ കൊക്കോ ലോകകപ്പ് വേദി, ആദ്യമായിട്ട് കൊക്കോ ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. 2025 നടക്കുന്നത്. അതെവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിലാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ന്യൂഡൽഹിയിലാണ് കേട്ടോ. IGI സ്റ്റേഡിയം ന്യൂഡൽഹി ആണ് 2025 നടക്കാൻ പോകുന്നു ആദ്യ കൊക്കോ ലോകകപ്പ് വേദി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 3 സെഞ്ചുറികൾ നേടിയ ആദ്യ താരം തിലക് വർമ്മ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 3 സെഞ്ചുറികൾ നേടിയ ആദ്യ താരം തിലക് വർമ്മ. സഞ്ജു സാംസൺ എന്ത് ചെയ്തു? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സഞ്ജു സാംസൺ ആണ്. ആദ്യ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ആണ്. എന്നാൽ 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 3 സെഞ്ചുറികൾ നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ തിലക് വർമ്മയാണ്. രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജു സാംസൺ ഉൾപ്പെട്ട ഒരു റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ PSCക്ക് ചോദ്യം ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പഠിച്ചു വെക്കാം. 2 ചോദിച്ചാൽ സഞ്ജു സാംസൺ, 3 ചോദിച്ചാൽ തിലക് വർമ്മയാണ്. 2024 IPL മെഗാലേലത്തിൽ 1.10 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ 13 വയസ്സുകാരൻ. എന്തുകൊണ്ട് 1.10 കോടിക്കല്ല പ്രാധാന്യം, ആ പ്രായത്തിനാണ്. 13 വയസ്സുകാരനായിട്ടുള്ള വൈഭവ് സൂര്യവംശി പഠിച്ചു വയ്ക്കുക. 13 വയസ്സുകാരൻ, ഏറ്റവും പ്രായം കുറഞ്ഞ IPL കളിക്കാരൻ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് ആണ് നേടിയത്. ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദിയാണ് സിംഗപ്പൂർ. പഠിക്കുക. ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി എവിടെയാണ്? സിംഗപ്പൂരാണ്. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ്? തിരുവനന്തപുരമാണ്. പഠിച്ചു വെക്കുക. തിരുവനന്തപുരമാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 2024, ഇത് ശാസ്ത്രോത്സവമാണ്. കുറച്ചു മുമ്പ് പറഞ്ഞ എന്താ? സ്കൂൾ കായികോത്സവമാണ്. സംസ്ഥാന ശാസ്ത്രോത്സവം 2024 ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജേതാക്കളായത് ആരാണ്? മലപ്പുറമാണ്. പഠിച്ചു വെക്കുക. സംസ്ഥാന സ്കൂൾ കായികമേള 2024 ആര് കൊണ്ടുപോയി? തിരുവനന്തപുരം കൊണ്ടുപോയി. ശാസ്ത്രോത്സവം ആര് കൊണ്ടുപോകുന്നു? മലപ്പുറം കൊണ്ടുപോകുന്നു.
2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ചാമ്പ്യൻസ് ട്രോഫി എന്ന് കേട്ടാൽ തന്നെ ക്രിക്കറ്റ് എന്ന് ഓർക്കുമെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി എന്തുണ്ട്, ഹോക്കിയും ഉണ്ട്, പഠിച്ചു വയ്ക്കുക. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ഫൈനലിൽ ചൈനയെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. പ്രൊഫഷണൽ ടെന്നീസിൽ നിന്നും വിരമിച്ച ഇതിഹാസ താരമാണ് റാഫേൽ നദാൽ. സ്പെയിൻ അല്ലെ, സ്പാനിഷ് ആയിട്ടുള്ള താരമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. റാഫേൽ നദാലിനെ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ. റാഫേൽ നദാൽ എന്ത് ചെയ്യുന്നു, 2024 പ്രൊഫഷണൽ ടെന്നീസിൽ നിന്നും വിരമിച്ചു. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹം അല്ലെ. 22ഓളം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടി. ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള വ്യക്തി 14 തവണ. 22 ഗ്രാൻഡ് സ്ലാമിലെ 14 തവണ എന്ത് നേടുന്നു, ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം കിരീടം സിംഗിൾസ് പുരുഷ കിരീടം നേടിയത് ആരാണ്, റാഫേൽ നദാലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഫ്രഞ്ച് ഓപ്പൺ നേടിയ വ്യക്തി ആരാണ്, റാഫേൽ നദാലാണ്. ടോട്ടൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുടെ എണ്ണം 22 ആണ്. അവസാന മത്സരം നടന്നത് 2024 ഡേവിസ് കപ്പിലാണ്. ഡേവിസ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ്സിനെതിരെയാണ് അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം മത്സരിക്കുന്നത്. 2024 ഡേവിസ് കപ്പിലാണ് അവസാനമായിട്ട് ഇദ്ദേഹം മത്സരിക്കുന്നത്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി 4 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്റാംഗ് പൂനിയ. പഠിക്കുക, ബജ്റാംഗ് പൂനിയാണ് 4 വർഷത്തേക്ക് ഉത്തേജക വിരുദ്ധ ഏജൻസി, ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി 4 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്റാംഗ് പൂനിയ. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീട ജേതാക്കള് കാലിക്കറ്റ് FC. പഠിക്കുക, എന്താണ് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്, കാലിക്കറ്റ് FC ആണ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീട ജേതാക്കളാണ് കാലിക്കറ്റ് FC. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള എവിടെയാണ് നടന്നത്, ജയിച്ചത് തിരുവനന്തപുരം ആണെന്ന് പറഞ്ഞു. അത് എവിടെ നടന്നു, കൊച്ചിയിലാണ് കേട്ടോ, കൊച്ചിയിലാണ് നടന്നത്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ് ആയിരുന്നു. എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ്, 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 വേദി കൊച്ചിയും അതിന്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷുമായിരുന്നു. തക്കുടു എന്ന് പേരിട്ടിരിക്കുന്ന അണ്ണാറക്കണ്ണനാണ് എന്ത് ചെയ്യുന്നത്, ഈ മേളയുടെ ഭാഗ്യചിഹ്നം. നമ്മൾ മുമ്പ് നോക്കിയതാണ് അല്ലെ, തക്കുടുവിനെ നമ്മൾ കണ്ടതാണ് അല്ലെ. തക്കുടു എന്ന് പേരിട്ടിരിക്കുന്ന അണ്ണാറക്കണ്ണനായിരുന്നു ഇതിന്റെ ഭാഗ്യചിഹ്നം. വിജയിയായത് ആരാണ്, തിരുവനന്തപുരമാണ്. ഇത്രയുമാണ് നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാവുന്നത്. ഇതിൽ കൂടാതെയുള്ള ചില ടോപ്പിക്കുകൾ ഉണ്ട്. അത്തരം ടോപ്പിക്കുകൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു തരാവുന്നതാണ്. ടോപ്പിക്കിൽ ഉൾപ്പെടുത്താത്ത എല്ലാ പോയിന്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ 2024 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ഒരുപാട് പേരുകൾ, സ്ഥലപ്പേരുകൾ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതെല്ലാം മനസ്സിൽ നിൽക്കണമെങ്കിൽ റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷനാണ് ഏറ്റവും വലിയ വിജയമന്ത്രം എന്ന് പറയുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നല്ല റാങ്ക് വാങ്ങുവാൻ റിവിഷൻ വളരെ വളരെ അത്യാവശ്യമാണ്. നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.